Good afternoon to all. Good afternoon, Miss. ma'am. Good afternoon. Good afternoon, Miss. Okay, start here now. Start with prayer, Bhagavad and signing. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കൂടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കൂടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. Thought of the day today. Today, thought of the day. Logic will take you from A to B. Imagination will take you everywhere. Thank you. Good afternoon, all. Sign in. Good afternoon, all. Today we will discuss the duties and responsibilities of teachers. Teachers play the vital role in shaping the future of society. Their main duty is to educate students by delivering lessons clearly and effectively. They help students understand subjects, develop skills, and build good study habits. Apart from teaching, teachers guide students in developing good values, discipline, and positive behavior. They encourage creatively, critical thinking, and confidence in learners. Teachers also assess students' progress through test, assignment, and activities and provide feedback to help them improve. In addition, teachers maintain a safe and support classroom environment. They work closely with parents and colleagues to support students' overall development. By being role models, teachers inspire students become responsibility and successful individuals. Wishing everyone a good and successful teaching future. Sign in by Sumaya. Yeah, okay, Sumaya. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ എന്റെ വീച്ചിങ് ആണ് കേൾക്കാനായിട്ട് ഒന്നും പറയാനില്ലേ? എക്സാം ഒക്കെ കഴിഞ്ഞു, നന്നായിരുന്നു. ഓക്കെ, സമാധാനം. ഇംഗ്ലീഷ് എങ്ങനെയുണ്ടായിരുന്നു? ഇംഗ്ലീഷും കുഴപ്പമില്ല, സ്കോർ ചെയ്യാൻ പറ്റി. കുഴപ്പമില്ലാന്നാണ് പറയുന്നത്. ഇങ്ങനെയാണോ എല്ലാവരും പറയുന്നത്? കുഴപ്പമില്ല. അല്ല, ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു മിസ്സേ, കുഴപ്പമില്ലായിരുന്നു. ചോദിച്ചു വാങ്ങണം ഞാൻ, അല്ലെ? അത് പറയില്ല. പണ്ടേ ഇങ്ങനെ പറഞ്ഞു ശീലമായി പോയി. എക്സാം എഴുതി എങ്ങുമ്പോ കുഴപ്പമില്ല പറഞ്ഞു അത് ശീലമായി ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു മിസ്സേ. പിന്നെ നമ്മള് പയ്യെ ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ ചെയ്ത് വന്നപ്പോഴത്തേനും പെട്ടെന്ന് എല്ലാരും സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേനും ആകെ ടെൻഷനായി പോയി പെട്ടെന്ന്. പിന്നെ സബ്മിഷനായ മിക്കുള്ളവരും ടെൻഷൻ അടിക്കാൻ ഓരോരോ കാരണങ്ങൾ. അതാണ് എന്റെ റോൾ നമ്പർ തെറ്റി മിസ്സേ, അപ്പൊ വീണ്ടും ചെയ്യേണ്ടി വന്നു. അപ്പൊ ആകെ കൺഫ്യൂഷൻ ആയി. അത് ആദ്യം ലിസ്റ്റ് വന്നപ്പോ 5 ആയിരുന്നു. അപ്പൊ അതാണെന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ 12 ആയിരുന്നു റോൾ നമ്പർ. വീണ്ടും ചെയ്യുന്നു. എന്നാലും കുഴപ്പമില്ല. അറിയാം,
അപ്പൊ അങ്ങനെയാണെന്ന് മനസ്സിലായോ? ട്രെയിനിങ് കിട്ടി എങ്ങനെയാണ് എക്സാം അല്ലെ? കൊള്ളാം. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മിസ് പറഞ്ഞത് തന്നെയായിരുന്നു വന്നേ. എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻ പറയുന്നാ മതിയായിരുന്നില്ലേ അല്ലെ? തോന്നിയോ അത് കണ്ടപ്പോ? ഓക്കെ, അപ്പൊ ആൻസർ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ? വേണ്ട, ആവശ്യമില്ലല്ലോ. കളക്ട് ചെയ്യണോ ഏതാണെന്ന് റിസൾട്ട് വരുന്ന മിസ്സേ? ഇതോ എക്സാമിന്റെ റിസൾട്ട് എന്നായിരിക്കും? ആരാണ് ലുതിയ? എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് പറയാം. അവരാണെങ്കിൽ ഇവിടെ പറയണമെന്ന് പറഞ്ഞു. ലുതിയ പറഞ്ഞു കേട്ടോ എക്സാമിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പൊ അറിയേണ്ടത് ഇനി റിസൾട്ട് ആണ്. എനിക്കറിയില്ല, എക്സാം എഴുതി കഴിഞ്ഞല്ലോ, ഇനി അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. എല്ലാ റിസൾട്ട് എപ്പോഴും വരും. ഓക്കെ, പിന്നെ ജയശ്രീ എനിക്ക് അയച്ചു തന്നു. ജയശ്രീ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അയച്ചു തന്നു. കറക്റ്റ് ആണോ പറയുന്നത് പറഞ്ഞു, കുഴപ്പമില്ല. ജയശ്രീയുടെ ആൻസർ കറക്റ്റ് ആയിരുന്നു. ജയശ്രീ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെക്ക് ചെയ്യാം. ഇതാണോ എല്ലാരും എഴുതിയത്, ഇതാണോ എല്ലാരും എഴുതിയത്? ഞാൻ നോക്കിയില്ല മിസ്സേ, സത്യം പറയാലോ. എനിക്ക് ടെൻഷനാവും. എന്തെങ്കിലും നമ്മൾ കറക്റ്റ് അല്ലാണ്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ആണെന്ന് ഓർത്ത് ചെയ്തിട്ട് അത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ റിസൾട്ട് വരുമ്പോ അങ്ങ് അറിഞ്ഞാൽ മതിയല്ലോ. ഞാനും നോക്കിയില്ല. എന്തിനാ ടെൻഷൻ അടിക്കുക? നിങ്ങൾ ഈ ടെൻഷൻ അടിക്കാൻ വേണ്ടി മാത്രം ചിരിച്ചാൽ സംശയം എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കാണ്. ഇങ്ങോട്ട് വാ, എല്ലാ ടെൻഷൻ ഞാൻ എടുത്തോളാം എന്ന് പറയുകയും ഇരിക്കുക. എല്ലാം തിരിച്ചു വാങ്ങും. അല്ല മിസ്സേ, എന്തായാലും എക്സാം എഴുതി, എന്തായാലും റിസൾട്ട് വരും. പിന്നെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഈ ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. ഈ ഡയലോഗാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ലുതി അത് ഇവിടെ വന്ന് പറഞ്ഞു. ഓക്കെ, സത്യം കേട്ടോ, സത്യം അതാണ്. ഞാൻ എന്നോട് ചോദിച്ചു പിന്നെ റിസൾട്ട് എന്ന് വരുന്നത്. ഞാൻ ഈ സെയിം ഡയലോഗാണ് ഞാൻ പോലീസ് അയച്ചത്. എന്തായാലും കഴിഞ്ഞു, എന്നിട്ട് ഇവിടെ വന്നിരുന്നത് പറയുന്നത് ഇതാണല്ലോ. അല്ല മിസ്സേ, ഞാൻ അവർക്ക് ആത്മവിശ്വാസം പറഞ്ഞു കൊടുത്തതാ. അവർ ടെൻഷൻ അടിക്കാൻ പാടില്ലല്ലോ. എന്താ പറയില്ലേ, നത്ത മൂങ്ങനെ കളിയാക്കുന്നു ഒരു കഴിഞ്ഞത് കേട്ടിട്ടുണ്ടോ? നത്ത മൂങ്ങനെ കളിയാക്കുന്നു. അതായത് ലുതിയുടെ ടെൻഷനേ ഇല്ല. എന്നിട്ട് ലുതിയ പറഞ്ഞോട് ഉദ്ദേശിക്കുക. എന്നാൽ അത്രയും വരെ എത്തിയല്ലോ, അഡ്വൈസ് ചെയ്യാൻ വരെ എത്തിയല്ലോ. അതാണ് ഇത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. മിസ്സേ, ഇന്നലെ കൊണ്ട് എന്റെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആയി മിസ്സേ. സമാധാനമായി മിസ്സേ. പക്ഷെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സ്കൂളും കുട്ടികളും ടീച്ചേഴ്സും നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു. ഭയങ്കര വിഷമായി പോന്നപ്പോ. അവര് പറഞ്ഞിട്ടുണ്ട്, ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേക്കൻസി വരുവാണെങ്കിൽ അവര് സപ്പോർട്ട് ചെയ്യും. പിന്നൊരു കാര്യം, നമുക്കിപ്പോ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെയാണ്. ഇപ്പോ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു. പക്ഷെ ഇത് കഴിഞ്ഞിട്ടൊരു നിമിഷം ഉണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എല്ലാവരും പറയുന്ന കാര്യം ആ ഒരു 1 hour എന്ന് പറയുന്നത് നമുക്ക് സ്കൂളിൽ പഠിക്കും പോലെ തന്നെയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇതെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു. കഴിയുമ്പോഴാണ് അയ്യോ വേണ്ടായിരുന്നു. ആ സംഭവം ഇവിടെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യാം, സംസാരിക്കുക, ഒരു നിമിഷം എൻജോയ് ചെയ്യാം. അപ്പോ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് എക്സാം ഇങ്ങനെ വരൂ. നിങ്ങൾ എന്തൊക്കെയോ പഠിക്കുന്നു, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വേറെ എന്തൊക്കെയോ ആണ്. അപ്പൊ മനസ്സിലായല്ലോ, ഏകദേശം മനസ്സിലായല്ലോ. അത്രേ ഉള്ളൂ. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ട് വലിയ വൃത്തിന്ന് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ എക്സാമിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലാസ് ഉണ്ടാവുന്നതായിരുന്നു. അതുകൊണ്ട് ഒട്ടും ടെൻഷൻ അടിക്കണ്ട അല്ലെ. മിസ്സിന്റെ ക്ലാസ് ലാസ്റ്റ് ക്ലാസ് കണ്ടുകൊണ്ട് വളരെ ഉപകാരപ്പെട്ടു എല്ലാവർക്കും. കാര്യമായിട്ട് പറഞ്ഞ മിസ്സേ, മിസ്സിന്റെ ആതിര മിസ്സിന്റെ ലാസ്റ്റ് ക്ലാസ് എന്തായാലും സൈക്കോളജിയില് ലാസ്റ്റ് ക്ലാസ്സിൽ നിന്നായിരുന്നു ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം. അത് വളരെ ഉപകാരപ്പെട്ടു എല്ലാവർക്കും. ഞങ്ങള് പിന്നെ എനിക്ക് കേറേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ശരിയാണല്ലോ. വിഷമമില്ലേ അല്ലേ? ഞങ്ങളുടെ അടുത്തൊന്നും വന്നില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടല്ലോ. അതുകൊണ്ട് മിസ് വരും. അതെ, വന്നു. അപ്പോ
എന്തൊക്കെയാണ് പറയൂ, കേക്കട്ടെ, വിശേഷങ്ങൾ പറയൂ. ഒന്ന് പ്രത്യേകിച്ച് ഞാൻ ക്ലാസ് എക്സാമിന്റെ ഹാങ് ഓവർ ആണ്, ആണോ? ഇല്ല അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഇപ്പൊ പഠിക്കണം. ക്ലാസ് വേണമെന്ന് ക്ലാസ് എടുക്കാൻ മൂടില്ലല്ലോ. ക്ലാസ് എടുക്കണോ? വേണോ? വേണം. നാളെ ഞാൻ ഇന്റേൺഷിപ്പിന് പോവാണ്. ആണോ? ഇന്ന് പോയി ഇന്റർവ്യൂ പോലെ അറ്റൻഡ് ചെയ്തു. മാനേജർ സാറും ഹെഡ് മാസ്റ്ററും ഉണ്ടായിരുന്നു. അപ്പൊ നാളെ മുതൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാനെന്റെ ക്ലാസ് മുതൽ പോവുകയാണ് മിസ്സേ. ഇന്റർവ്യൂവിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസാ ചോദിച്ചതെന്നൊന്ന് ഷെയർ ചെയ്യാമോ? അതെ, ഒന്ന് ചെയ്യും. അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ചോദിച്ചില്ല. കാര്യം മാം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ആ സ്കൂളിലാണ് പഠിച്ചത്. പ്രൗഡ് മൊമെന്റ് ആണത് അല്ലേ? ഒരിക്കലും അതെ അതെ. അത് മാത്രമല്ല മാം, എന്റെ ഗ്രാൻഡ് മദർ മുതൽ ആ സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു 4 ജനറേഷൻ എന്റെ മോളും പഠിക്കുന്നത് അവിടെയാണ്. ഞാൻ, അപ്പ, അമ്മമ്മ, അതുപോലെ തന്നെ എന്റെ മോളും മോനും അവിടെ പഠിച്ചത്. അപ്പൊ സാറിനൊക്കെ ഹാപ്പിയാണ്. അപ്പൊ മാനേജർ സാർ ഇന്നാണ് ഇത് അറിയുന്നത്. ഗവൺമെന്റ് സ്കൂൾ. അപ്പൊ സാർ അതെ അതെ അതെ, ഗവൺമെന്റ് എന്ന മാനേജ്മെന്റാ. അപ്പൊ സാറ് പറഞ്ഞു, എങ്ങനെ ഇന്റേൺഷിപ്പ് തരാതിരിക്കും ഈ സ്കൂളിലെന്നോ ചോദിച്ചു. ഇവിടുത്തെ സ്റ്റുഡന്റ് തന്നെയല്ലേ. അപ്പൊ ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ വേണ്ടെന്ന് വെച്ചാ പെർഫെക്റ്റ് ആക്കി എല്ലാം ചെയ്തു കൊടുക്കണോന്നൊക്കെ പറഞ്ഞു. ക്ലാസ് ടീച്ചറിനെ UKG ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നല്ല ട്രെയിനിങ് വേണം ഇവിടെ കൊടുത്തുവിടാൻ, നല്ല സ്റ്റുഡന്റ് ആയിട്ട് നല്ല ടീച്ചേഴ്സ് ആയിട്ട് വരണമെന്നൊക്കെ പറഞ്ഞു. ആ മൊമെന്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അതെ മിസ്സേ. പക്ഷെ ഒരു പേടി, എന്തോ കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായിരിക്കും. അതായത് 2 ദിവസം കൊണ്ട് നമുക്ക് ഓക്കെ ആവും. ആദ്യത്തെ ഒരു ദിവസം നമുക്കൊരു വല്ലാത്ത വിറയലും വെപ്രാളം ഒക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ അതിനോട് യോജിച്ചു പൊക്കോളും. കുട്ടികളായാലും അതെ. അനുമോളെ ഒന്ന് എനിക്കൊന്ന് പ്രത്യേകം കാണണം. അനുമോളെ പിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മള് പറഞ്ഞ കേക്കുവോ, എന്തായിരിക്കും. സംസാരിച്ചോ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്. കുട്ടികൾ എന്തായാലും നമ്മളെ സഹിച്ചല്ലേ പറ്റുള്ളൂ. കുട്ടികൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അനുമോളുടെ എക്സ്പീരിയൻസ് അത് ഒന്ന് ശരി. പറയാമോ? ഫസ്റ്റ് ഡേയിൽ പോയത് എക്സ്പീരിയൻസ് ഫസ്റ്റ് ഡേ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഹെഡ് ഓഫ് ദി ടീച്ചർ നമ്മുടെ ക്ലാസ്സിൽ ചെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് നിങ്ങളുടെ പുതിയ ടീച്ചറാണ്, കുറച്ച് ദിവസം നിങ്ങളുടെ അടുത്ത് കാണും, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മിടുക്കരായിട്ട് ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് ടീച്ചർ ഒരു സൈഡിൽ പോയിരിക്കും. ഫസ്റ്റ് ഡേ മിസ് ക്ലാസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവര് വലിയ ബഹളം ഇല്ലായിരുന്നു. നമ്മൾ ചോദിക്കുന്നതിനൊക്കെ ആൻസർ പറഞ്ഞു. KG സെക്ഷൻ മാത്രമല്ലേ? KG സെക്ഷൻ. LKGയിലായിരുന്നു ഫസ്റ്റ് ക്ലാസ്. അപ്പൊ മിസ് ഇങ്ങനെ ഒരു മൂലയിൽ ഉണ്ടായിരുന്നു ടീച്ചർ. അതുകൊണ്ട് അവര് വലിയ ബഹളം വെച്ചില്ല. ആ ടീച്ചറിന് നല്ല പേടിയുള്ളതുകൊണ്ട്. പിറ്റേ ദിവസം ടീച്ചർ പുറത്ത് നിന്നു. എന്നാലും അവർ ഓടി നടക്കാനും ബഹളം വെക്കാനൊക്കെ തുടങ്ങി. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പറയുന്നത് കേൾക്കില്ല. നമ്മളിപ്പോ ഒരു ലെസൺ പ്ലാനും പ്രിപ്പയർ ചെയ്തോണ്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പൊ ഇത്ര മിനിറ്റിനുള്ളിൽ ഇത് പഠിപ്പിച്ച് തീരണം എന്നൊരു ഇതുണ്ട് നമുക്ക്. പക്ഷെ കുട്ടികളെ അവരുടെ ക്ലാസ് റൂം മാനേജ്മെന്റ് നമ്മൾ നന്നായിട്ട് നോക്കണം. എന്നാലും നമ്മൾ വിചാരിക്കുന്ന കാര്യം നമുക്ക് പഠിപ്പിച്ച് തീരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മളെ മെറ്റീരിയൽസ് എല്ലാം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്തതെല്ലാം മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അവർക്ക് ഇപ്പൊ റിവിഷന്റെ ടൈമാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അപ്പൊ കുറച്ച് പോർഷൻ തീരാനുണ്ട് അവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ നമ്മൾ ചെന്നെന്ന് വെച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മിസ് ടീച്ചർ പോർഷൻ തന്നു വിട്ടാൽ മതി, ഞാൻ അതിനനുസരിച്ച് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ തലേദിവസം എനിക്ക് പോർഷൻ തന്നു വിടും. പിറ്റേ ദിവസം അതിനനുസരിച്ച് പിക്ചർ കാർഡ് ആണെങ്കിൽ പിക്ചർ കാർഡ്, ചാർട്ട് ആണെങ്കിൽ ചാർട്ട്, അങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവുക ചെയ്തേ ഞാന്. നമ്മളുടെ ഇഷ്ടത്തിനല്ലേ അനുമോള് ചെയ്യുന്നത്? എന്തോടാ? പിക്ചർ കാർഡോ എന്താ നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മുടെ പ്രിപ്പയർ ഇഷ്ടത്തിന് ചെയ്തോണ്ട് പോകുന്നത്? അവരൊന്നും പറഞ്ഞു തരില്ല. നമ്മളോട് പോർഷൻ മാത്രം തന്നു വിടും. നമ്മുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്തോണ്ട് പോവുക, കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുക, അത് അവര് നോക്കോളൂ. കുട്ടികൾ ക്ലാസ്സിൽ
ക്ലാസ്സിൽ അലമ്പ് കാണിക്കുന്നുണ്ടോ, അവർ സംസാരിക്കുന്നുണ്ടോ, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ടീച്ചേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കും നമ്മളെ. ട്രെയിനിങ് ടീച്ചർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വില്ലന്മാര് അടങ്ങിയിരിക്കില്ല നമ്മൾ, പക്ഷെ അതിനനുസരിച്ച് പേര് പഠിക്കുക, അതാണ് ഏറ്റവും ട്രിക്ക്. ചെല്ലുന്നത് തന്നെ എല്ലാവരുടെയും പേര് നോട്ട് ചെയ്ത് വെക്കുക, ബഹളം വെക്കുന്നവരുടെ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക, അവരെ ഒച്ചത്തിൽ വിളിക്കുക, അന്നേരം അവർ അടങ്ങിയിരിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ പറഞ്ഞ് കേൾക്കുകയേ ഇല്ല. ആദ്യമൊക്കെ നമ്മൾ മയത്തിൽ പറഞ്ഞു നോക്കുക, പക്ഷെ നമ്മൾ മയത്തിൽ പറഞ്ഞൊന്നും കുഞ്ഞുങ്ങളല്ലേ, അവര് ബാക്കിയുള്ള ടീച്ചേഴ്സിനെ അപേക്ഷിച്ച് നമ്മളെ കേൾക്കില്ല. പക്ഷെ കുറച്ചൊക്കെ ഒച്ച ഇടണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ. ഡാനിമോളെ, നമുക്ക് ഇഷ്ടമുള്ള പോയംസ്, സ്റ്റോറി അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? എടാ, അത് ആദ്യമേ നമ്മൾ ചെല്ലുന്ന സ്കൂളിനനുസരിച്ചിരിക്കൂടാ. നമ്മളിപ്പോ സ്കൂളിൽ ചെല്ലുമ്പം നമ്മുടെ രീതിയിൽ പഠിപ്പിച്ചോ എന്ന് പറയുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. നമ്മൾക്ക് ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ പിക്ചർ കാർഡ്, നമ്മുടെ മറ്റേ ഫ്രെയിംസ് ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, സാൻഡ് പേപ്പേഴ്സ് എല്ലാം നമുക്ക് കൊടുക്കാം. പക്ഷെ അവര് പറയുന്ന രീതിയിലാണെങ്കിൽ അവരുടെ പോർഷൻ അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകേണ്ടി വരും. ഫസ്റ്റ് ഡേ നിങ്ങൾ എന്തായാലും ഒരു പോയമോ എന്തെങ്കിലും സ്റ്റോറിയോ എന്തായാലും പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവുക, എന്നിട്ട് അവിടെ ചെന്നിട്ട് ടീച്ചേഴ്സ് പറയുന്ന അനുസരിച്ച് ചെയ്യുക, അതായിരിക്കും നല്ലത്. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നാളെ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഡേയ്സ് മുതൽ അതെ, ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ക്ലാസ് ചെയ്യാം, അപ്പൊ ടീച്ചർ പോർഷൻസ് തരാന്ന് പറഞ്ഞിട്ടു. അതാ നല്ലത്. അപ്പൊ ആദ്യമേ നമ്മളൊരു ചെറിയ റൈമോ എന്തെങ്കിലും സ്റ്റോറിയോ പിക്ചർ കാർഡൊക്കെ വെച്ച് ഒന്ന് അവരെ ഒന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ട് പോവുക. അപ്പൊ ടീച്ചർ പിറ്റേ ദിവസത്തേക്കുള്ളത് പറഞ്ഞു വിടുമല്ലോ, പിന്നെ അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. ലെസൺ പ്ലാൻ എഴുതണേ. ലെസൺ പ്ലാൻ പറഞ്ഞിട്ടുണ്ടോ? മ്യൂട്ടാടാ സുധാ, മ്യൂട്ടാ. ടീച്ചറൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ സാധാരണ എല്ലാ സ്കൂളിലും നമ്മുടെ പീരീഡിന് മുമ്പ് ലെസൺ പ്ലാൻ കാണിക്കണം എന്നാണ്. എനിക്കങ്ങനെ നിർബന്ധമില്ലായിരുന്നു, അവിടുത്തെ ടീച്ചേഴ്സിനോട് ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷെ അവിടെ ഇതിനു മുമ്പ് ചെയ്തേക്കുന്നവര് ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാറുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ക്ലാസ്സിന് മുമ്പാണ് ഇത് കൊടുക്കേണ്ടത്. നമ്മളിപ്പോ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യണം. മറ്റേ ടീച്ചിങ് മാനുവൽ ആണ് ക്ലാസ് എടുത്തതിന് ശേഷം കുട്ടികളുടെ കമന്റ്സും കൂടി ചേർത്ത് നമ്മൾ എഴുതുന്നത് ടീച്ചിങ് മാനുവല്. ലെസൺ പ്ലാൻ നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കണം, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, അതൊക്കെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അതിന്. അതനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും നമ്മൾ എഴുതേണ്ടി വരുമോ? ഞാൻ ലെസൺ പ്ലാൻ മാത്രമേ എഴുതുള്ളൂ, അത് മാത്രം അവർ പറഞ്ഞോളൂ. അത് നിർബന്ധം പറഞ്ഞില്ല, പക്ഷെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഗ്രേഡിംഗ് ഷീറ്റ്, അറ്റൻഡൻസ് ഇതെല്ലാം ആയിട്ട് നമ്മൾ പ്രിൻസിപ്പളിന്റെ അടുത്ത് പോകണം. അപ്പൊ പ്രിൻസിപ്പൾ സീൽ ചെയ്ത് തരണമെങ്കിൽ നമ്മൾ പഠിപ്പിച്ചതിന് തെളിവ് വേണമല്ലോ. അപ്പൊ ഈ ലെസൺ പ്ലാൻ സബ്മിറ്റ് ചെയ്തെങ്കിലാണ് ലെസൺ പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അന്നേരം ആ സമയത്ത്. നമ്മൾ തയ്യാറാക്കുന്ന എല്ലാ ലെസൺ പ്ലാനും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ എത്ര ദിവസം നിൽക്കുന്നുണ്ടോ അത്രയും ലെസൺ പ്ലാൻ സബ്മിറ്റ് ചെയ്യണം. ഗ്രേഡിംഗ് ഷീറ്റ് ലാസ്റ്റ് ആണോ മാർക്ക് ചെയ്ത് വരുന്നത്? അത് ലാസ്റ്റ് ഡേ എന്നോട് മേടിച്ചത്. KGയിലെ ഹെഡ് ഓഫ് ദി ടീച്ചർ ഉണ്ടല്ലോ, ടീച്ചറാണ് നമുക്ക് മാർക്ക് ഇടുന്നത്. സ്കൂളാണോ തരാ അതോ നമ്മ സ്മാർട്ട് സ്ട്രീമാണോ തരാ? അവിടെ ഗ്രേഡിംഗ് ഷീറ്റും അറ്റൻഡൻസും നമുക്ക് സ്മാർട്ട് സ്ട്രീന്ന് കിട്ടും. അത് ജെസിയുടെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പൊ ലാസ്റ്റ് ഡേയിൽ സബ്മിറ്റ് ചെയ്താൽ മതിയോ? അത് ലാസ്റ്റ് ഡേ പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ അറ്റൻഡൻസ് നമ്മൾ ചെല്ലുന്ന ദിവസം മുതലുള്ള ഡേറ്റും നമ്മുടെ സൈനും ചെയ്യണം അറ്റൻഡൻസിന്. ടീച്ചിങ് മാനുവലിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യണ്ടേ? ലെസൺ പ്ലാനിലാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ക്ലാസ് ആണ് എടുക്കേണ്ടത്, ഏത് ക്ലാസ്സിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, എത്ര മിനിറ്റ് ഉണ്ട്. അവിടെ ChatGPT നോക്കിയാൽ നമ്മളിപ്പോ നമ്മൾ പ്ലാൻ പാർട്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഇതാണ് എടുക്കാൻ പോണെന്ന് പറഞ്ഞ് ChatGPT LKG UKG ലെസൺ പ്ലാൻ വിത്ത് മോണ്ടിസോറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ലെസൺ പ്ലാൻ കിട്ടും. നമുക്ക് അതൊന്ന് എഴുതി നിങ്ങൾ ആദ്യമേ സ്കൂളിലൊന്നും കൊണ്ട് കാണിച്ചു നോക്ക്. അപ്പൊ ടീച്ചർ പറയുവാണ് ഈ രീതിയിൽ എഴുതിയാൽ മതി എന്ന് പറയുവാണെങ്കിൽ ആ രീതിയിൽ ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ അവരൊരു പ്ലാൻ തന്നിട്ട് ആ രീതിയിൽ എഴുതാൻ പറഞ്ഞാൽ ആ രീതിയിൽ എഴുതേണ്ടി വരും. ജയശ്രീ ചേച്ചി എന്ത് ചോദിക്കാനാ പറഞ്ഞത്? ലെസൺ പ്ലാൻ നമ്മളിപ്പോ ഏത് പോർഷനാണോ എടുക്കേണ്ടത് ആ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെസൺ പ്ലാൻ കിട്ടും. അതല്ല, അത് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തോണ്ട് പോകണം. ആദ്യത്തെ ദിവസം എന്തായാലും ചെല്ലുമ്പോൾ ലെസൺ പ്ലാനുമായിട്ട് വേണം ചെല്ലാൻ. നമ്മളിപ്പോ റൈമ എടുക്കുന്നെങ്കിൽ ആ റൈമിനെ അനുബന്ധിച്ചുള്ള ലെസൺ പ്ലാനുമായിട്ട് വേണം പോകാൻ.
അവിടെ ചെന്നിട്ട് ടീച്ചേഴ്സിന് കാണിക്കുക. അവര് പറയുവാണ് ഇതല്ല ഞങ്ങളുടെ സ്കൂൾ ഫോളോ ചെയ്യുന്ന ലെസൺ പ്ലാൻ എഴുതണം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് എഴുതേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതുവാന്ന് പറയുവാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമ്മുടെ രീതിയിൽ തന്നെ എഴുതാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ട്. ഗ്രേഡിംഗ് ഷീറ്റും അറ്റൻഡൻസും ജസീറയാണ് നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. ടീച്ചിങ് മാനുവലും സെൻഡ് ചെയ്ത് തരും. ടീച്ചിങ് മാനുവൽ അപ്പൊ വലിയ എന്തായാലും നിർബന്ധം പറയുന്നില്ല. ലെസൺ പ്ലാൻ ആണ് നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ വേണ്ടത്. എന്തായാലും എല്ലാവരും ചാറ്റ് GPT എന്തായാലും ഫോണില് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. അത് നമുക്ക് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഉണ്ടല്ലോ, നല്ല ഉപകാരമായിട്ടോ ആ സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല പേഴ്സണലി പറയാണ്, നല്ല ആപ്പാണ്. നമ്മളിപ്പോ ഒരു പോർഷനെ കുറിച്ച് പഠിപ്പിക്കുവാണെങ്കിൽ നമ്മൾ തല പോകാൻ ആലോചിക്കണം, ദൈവം എന്ത് ആക്ടിവിറ്റീസ് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ ആലോചിക്കണം. പക്ഷെ ഇത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ് വരും. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് പിക്ചർ കാർഡ് ആയാലും നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. അതിനനുസരിച്ച് അതൊരു കയ്യിലുണ്ടായിരുന്നോ? ഫോൺ ആ ടൈമിൽ കയ്യിലുണ്ടായിരുന്നോ? കേട്ടില്ല. ഫോണ് കയ്യിൽ യൂസ് ചെയ്യാമോ നമുക്ക് ആ ടൈമില്? നമുക്ക് അവിടെ യൂസ് ചെയ്യത്തില്ല. നമ്മൾ തലേദിവസം വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വേണം പോകാൻ. അവിടെ ചെന്നിട്ട് നമുക്ക് പഠിക്കാനോ ഒന്നും സമയം കിട്ടില്ല. നമ്മൾ ഫുൾ ടൈം ക്ലാസ്സിലായിരിക്കും. ജയശ്രീ ചേച്ചിയുടെ രഹസ്യം ഇത് തന്നെയാണ് കേട്ടോ, സീക്രട്ട്. നമ്മള് തലേദിവസം എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വേണം പോകാൻ. സ്കൂളിൽ ചെല്ലുന്നത് നമ്മളെ ക്ലാസ്സിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. ആ സമയത്ത് നമുക്ക് പഠിക്കാനോ ഒന്നും സമയം കിട്ടില്ല. ക്ലാസ് എടുക്കുക, കുട്ടികളെ മാനേജ് ചെയ്യുക, അത്ര നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തലേദിവസം തന്നെ നമ്മൾ എന്താണോ പഠിപ്പിക്കേണ്ടത് അത് പഠിച്ചിട്ട് വേണം ക്ലാസ്സിലേക്ക് പോകാൻ. പഠിക്കാതെ ഒരു കാരണവശാലും ക്ലാസ്സിൽ പോകരുത്. കാരണം നമ്മൾ അവിടെ ചെന്ന് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ പോകും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കുട്ടികൾ അടങ്ങിയിരിക്കില്ല. ഒന്നുമില്ലെങ്കിൽ 1 to 50 വരെ എഴുതിച്ചോ ചുമ്മാ, അല്ലാതെ അവർ അടങ്ങിയിരിക്കില്ല. അനുമോളെ ആദ്യം ഫസ്റ്റ് ഡേ പോയപ്പോ അനുമോളെല്ലാം പ്രിപ്പയർ ചെയ്തോണ്ട് പോയായിരുന്നോ? ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ട് പോയായിരുന്നു. നമ്മുടെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഇല്ലേ, ആ റൈമ ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ട് പോയത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിക്ചർ കാർഡ്, പിന്നെ സ്റ്റാർ പോലെ ഞാൻ കാണിച്ചു തരാവേ. ഇത് പിന്നെ ഒരു വേർഡ് കാർഡ്. നമ്മൾ വേർഡ് കാർഡ് ഉണ്ടാക്കിയില്ലായിരുന്നോ? ആ സമയത്ത് ഞാൻ സ്റ്റാർ എന്തോ ഭാഗ്യം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുമായിട്ടാണ് ഞാൻ പോയത്. പിന്നെ ലെസൺ പ്ലാൻ ഉണ്ടായിരുന്നു ട്വിങ്കിൾ ട്വിങ്കിളിന്റെ, ഇതുമായിട്ടാണ് പോയത്. പിന്നെ നമ്മൾ ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് എടുത്ത് തീരും. പിള്ളേർ അതിനനുസരിച്ച് പാടും. അവർക്ക് പെട്ടെന്ന് അറിയാം, ക്യാച്ച് അറിയാലോ, സോങ് അറിയാലോ. അതുകൊണ്ട് നമ്മൾ ആക്ഷനൊക്കെ കാണിച്ചു കൊടുത്ത് ചെയ്താലും അവർ പെട്ടെന്ന് സമയം പോകും. പിന്നെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് നിൽക്കേണ്ടി വരും. അന്നത്തേന് ഇവര് ബഹളം തുടങ്ങുമല്ലേ. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ആക്ടിവിറ്റീസ് കണ്ടുവച്ചിട്ട് വേണം പോകാൻ വേണ്ടി. ചുമ്മാ ഇരിക്കുവാണെങ്കിൽ അവര് ഭയങ്കര ബഹളമായിരിക്കും. അങ്ങനത്തെ ആണല്ലോ, കുട്ടികൾ അടങ്ങിയിരിക്കില്ല സമയത്ത്. കരയുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്തോ കരയുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കരയില്ലടാ, അങ്ങനെ കരച്ചിലൊന്നുമില്ല. ഭയങ്കര ബഹളമാണ് അവര്. ക്ലാസ് കൂടെ ഓടി നടക്കല്, വർത്താനം പറച്ചില്. നമ്മൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവര് ശ്രദ്ധിക്കില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ അടുത്തോടെ പോയിട്ട് വേണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ക്ലാസ് കൂടെ ഓടി നടക്കണം. ഞാനാണ് ആ ദിവസമൊക്കെ, രണ്ടാമത്തെ ദിവസം ക്ലാസ് കൂടെ ഓടി നടക്കും. അവരൊക്കെ ക്ലാസ്സിൽ പിടിച്ചിരുത്തി നമ്മൾ പറയുന്നതിന്റെ ഇടയ്ക്ക് ക്ലാസ്സിൽ അവരുടെ ബെഞ്ചിൽ പിടിച്ചിരുത്തുക ചെയ്യുന്നത്, അല്ലാതെ ഇരിക്കില്ല. ഓക്കെ, നാളെ പോയിട്ട് പറയാം ബാക്കി ഡീറ്റെയിൽസ്. നമ്മളത് നമ്മള് CV കൊടുക്കുമ്പോഴേ പറയാൻ പറ്റില്ല. എന്നടാ മിൻസി, നമ്മള് CV കൊടുത്തപ്പോഴേ, CV കൊടുത്തെന്ന് പറഞ്ഞില്ലേ നിങ്ങളൊക്കെ, നമ്മുടെ സർട്ടിഫിക്കറ്റ് വേണ്ടേ CV കൊടുക്കുമ്പം? വേണ്ട, നമ്മുടെ ബയോഡാറ്റ മാത്രം മതി. ബയോഡാറ്റ നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്ന ഇന്റേൺഷിപ്പിന്റെ ലെറ്റർ ഇല്ലേ, അത് മാത്രം കൊടുത്താൽ മതി. സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കില്ല. അല്ല, ഇന്റേൺഷിപ്പിന് പോവാത്തവരന്നേരം? എടാ എവിടെയാടാ ഇന്റേൺഷിപ്പിന്റെ നമുക്ക് ഒരു കൺസേൺ ലെറ്റർ കിട്ടിയില്ലേ? അല്ലടാ, ഞങ്ങളിപ്പോ ഇന്റേൺഷിപ്പിന് പോയിട്ടില്ലല്ലോ. അന്നേരം ഇപ്പൊ ജൂണൊക്കെ ആകുമ്പോ എവിടെങ്കിലും CV കൊടുക്കണമെങ്കിൽ അത് കുഴപ്പമില്ല. ഇന്റേൺഷിപ്പിന് പോകുന്ന കാര്യമൊന്നും പറയണ്ട അതിനകത്ത്. ആണോ? നമ്മൾ ബയോഡാറ്റ ജസ്റ്റ് കൊടുത്തിടുക. എന്നിട്ട് അവർ വിളിക്കും നമ്മളോട്, ഇന്റർവ്യൂവിന് ചെല്ലാൻ പറയും. ആ സമയത്ത് നമ്മൾ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയൊക്കെ ആയിട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്നാൽ മതി. നമ്മൾ അവർ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ നമ്മൾ
ക്ലാസ് എടുക്കാൻ തയ്യാറായിട്ട് വേണം പോവാൻ, പിന്നെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോവാൻ. ഇതൊക്കെ നമുക്ക് വലിയ ഇന്റർവ്യൂ നമ്മളിപ്പോ CV കൊടുത്താല് ഇന്റർവ്യൂ നമുക്ക് ജൂണൊക്കെ ആവത്തില്ലേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട്? ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് മെയ് മാസം ആയിരിക്കും എക്സാം കഴിയണത്. അപ്പം നമുക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് കോൺവെക്കേഷനും താമസിക്കും. അപ്പം നമുക്ക് അവിടെ പറയാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ട് വന്നിട്ടില്ല, അപ്പം റിസൾട്ട് വന്ന ഉടനെ ഇത് സബ്മിറ്റ് ചെയ്താളാന്ന് പറയുക. അതാണ് ഒരു ഓപ്ഷൻ ഉള്ളൂ നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഓക്കെ, കഴിഞ്ഞോ? ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എക്സ്പീരിയൻസ് ആണല്ലോ. ഞാൻ ഇപ്പോഴേ വന്നു, പിന്നെ നല്ല ഡിസ്കഷൻ ആണ്, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടു. അങ്ങനെ ഷെയർ ചെയ്യാൻ നല്ലതാ കേട്ടോ. മറ്റുള്ളവർക്ക് ഇപ്പൊ സുധ പോക്കാണ്, സുധിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാണ്, അതുകൊണ്ട് നല്ലതാണ്. ഓക്കെ, അപ്പൊ ഞാനും ചുമ്മാ കേട്ടിരുന്നു. ഓക്കെ, പിന്നെന്താ നമ്മൾ എന്താ പഠിച്ചോണ്ടിരുന്നത്? ഏത് ടെൻസ് എത്തി? നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ മിസ്സേ? പ്രസന്റ് കണ്ടിന്യൂസ് രണ്ടും പഠിച്ചു. സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചു. രണ്ടും ഓർമ്മയുണ്ടോ? മിസ്സേ ഈ 2 ക്ലാസ്സിലും ഞാൻ കേറില്ലായിരുന്നു മിസ്സേ. ബാക്കി ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവോ? പഠിച്ചത് ഓർമ്മയുണ്ടാവോ? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഓക്കെ. ഓ ലുദിയ, എന്നാലും കുറച്ച് പേര് ക്ലാസ്സിൽ മിസ്സിംഗ് ആയിരിക്കാൻ വേണ്ടി. ലുദിയ എന്താ മിസ്സേ? പണി വരും മിസ്സേ, ഞാനേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കായിരുന്നേ, ലേറ്റ് ആയി, അതുകൊണ്ടായിരുന്നു. സോറി. അതെ, അന്നും എനിക്ക് മെസ്സേജ് ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടാണ് മെസ്സേജ് മെസ്സേജ് ഫുഡ് കഴിച്ചുകൊണ്ടല്ലേ കഴിച്ചേ? ആണോ? യെസ്. വളരെയധികം ലേറ്റ് ആയി കേട്ടോ. അതെന്താന്നറിയാ മിസ്സേ, എന്താ പറയാ, ഞാനേ മോനെ ഉറക്കാൻ അവന് കുറച്ച് വാശിയായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയി. അവനെ ഫുഡ് കൊടുത്ത് അവനെ ഉറക്കിയിട്ട് ഞാൻ കഴിച്ചതേ. അപ്പൊ ഇപ്പോഴും അവനെ ഉറങ്ങാൻ ഇച്ചിരി നേരം വൈകിയതാ, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ കഴിക്കേണ്ടതായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും മിസ് ക്ലാസ് എടുക്കണില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവർ ഉറപ്പിന്റെ മുകളിൽ കഴിക്കായിരുന്നിരുന്നു എന്ന് മാത്രം. സോറി. ഇനി ആരാന്ന് പറയാ? അന്ന് റിമൈൻഡ് ചെയ്യണം എന്തായാലും, പറഞ്ഞേ പറ്റൂ. ആരൊക്കെയാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞാ മതിയോ? രണ്ടും പറയണം കേട്ടോ. സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും പറയണം. സുമയ പറഞ്ഞോളൂ. പോയോ? പറയൂ. സിമ്പിൾ പ്രസന്റും പറയണോന്ന് പറഞ്ഞ ഒരു സെക്കൻഡ്. ഓ നോട്ട് അന്വേഷിക്കും. ടൈം എടുക്കോ? സിമ്പിൾ പ്രസന്റ് ഞാൻ പറയാം. കണ്ടിന്യൂസ്. പറയൂ. ഓക്കെ, പറയാനൊക്കെ പറയും, മുന്നോട്ട് വരണ്ട. എന്ത് രസാ കേൾക്കാന്നറിയോ? ഓക്കെ, പറയൂട്ടാ. ഓക്കെ, സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാല് നമ്മ ഹാബിറ്റ്, റൂട്ടീൻ, പെർമനന്റ് സിറ്റുവേഷൻ, ഫാക്ട്, യൂണിവേഴ്സൽ ട്രൂത്ത്, ടൈം ടേബിൾ, ഷെഡ്യൂൾസ്, അങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസന്റിലാണ് പറയാം. സിമ്പിൾ പ്രസന്റിന്റെ ഫോം സബ്ജക്ട് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് V1 എന്ന് പറഞ്ഞാല് വെർബിന്റെ ഫസ്റ്റ് ഫോം. പിന്നെ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് സിംഗുലർ ആൻഡ് പ്ലൂരൽ ഉണ്ട്. സിംഗുലർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് വരുന്നതാണ് സിംഗുലർ. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂരൽ വെർബ്. പിന്നെ സബ്ജക്ട് സിംഗുലർ ആയി വരാം. സബ്ജക്ട് സിംഗുലർ എന്ന് പറഞ്ഞാല് ഏതൊക്കെയാണ് വരാ? ഹി, ഷീ, ഇറ്റ്, എവരിബഡി, അതൊക്കെ സിംഗുലർ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്ട് എന്ന് പറഞ്ഞത് ഐ, യു, വി, ദേ, അതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റ്. അപ്പൊ അതിന്റെ കൂടെ നമ്മ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ വെർബിന്റെ കേസിൽ വരാണെങ്കിൽ സിംഗുലർ എന്ന് പറയുന്നത് ഇപ്പൊ എന്താ പറയാ, റൺ എന്ന് പറഞ്ഞാല് റൺ പ്ലൂറൽ ആണ്. റൺസ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആവും. പ്ലേ എന്ന് പറയണത്
സിംഗുലർ ആണ്, പ്ലേയുടെ പ്ലൂരൽ ആണ്, പ്ലേ പ്ലൂരൽ ആണ്, പ്ലേസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ. വെർബിന്റെ കൂടെ എസ് വന്നു കഴിഞ്ഞാൽ അത് പ്ലൂരൽ ആയിരിക്കും. നൗണിന്റെ കൂടെ എസ് വന്നാൽ പ്ലൂരൽ ആയിരിക്കും. നൗണിന്റെ കൂടെ എസ് വന്നാല് പ്ലൂരൽ ആവും, വെർബിന്റെ കൂടെ എസ് വന്നാല് സിംഗുലർ ആയിരിക്കും. കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടോ ആർക്കെങ്കിലും? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി സിങ്സ് എ സോങ്, അവൻ പാട്ട് പാടുന്നു. അപ്പൊ ഹി എന്ന് പറയണത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ സിംഗ് എന്ന് പറഞ്ഞാല് പാടുക, അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എസ് ചേർക്കണം. അപ്പൊ ഹി സിങ്സ് എ സോങ്, അവൻ പാട്ട് പാടുന്നു, അതാണ് സിമ്പിൾ പ്രസന്റ്. പിന്നെ പ്ലൂറലില് പറയുകയാണെങ്കിൽ ദേ ലേൺ ടു പ്ലേ ഗിറ്റാർ, ദേ അവർ ഗിറ്റാർ വായിക്കാൻ പഠിക്കുന്നു. അപ്പോ ദേ ലേൺ, അപ്പൊ അതിൽ നമ്മൾ എസ് ചേർക്കുന്നില്ല വെർബിന്റെ കൂടെ, അപ്പൊ അത് പ്ലൂറൽ ആയിരിക്കും. ദേ ലേൺ ടു പ്ലേ ഗിറ്റാർ. പിന്നെ ഐ സിങ് എ സോങ്, ഞാൻ ഐ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അതുകൊണ്ട് നമ്മളുടെ സിങ് ആണ് ചേർക്കുന്നത്. അപ്പൊ ഐ സിങ് എ സോങ്. പിന്നെ ഐ കുക്ക് എവറി ഡേ, അപ്പോ ഐ എന്ന് പറയുന്നതും എന്താണ്, നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പിന്നെ ഷീ ഗോസ് ജിം എവറി ഡേ, അവൾ ജിമ്മിൽ എന്നും പോകുന്നു. അപ്പൊ ഷീ എന്ന് പറയുന്നത് അവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഗോ എന്ന് പറയുന്നത് വെർബാണ്, അപ്പൊ ഗോസ് എന്ന് ചേർക്കുന്നത്. പിന്നെ ദ സൺ സെറ്റ്സ് ഇൻ ദ ഈസ്റ്റ്, സെറ്റ്സ് ഇൻ ദ ഈസ്റ്റ്, സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഇപ്പോ ദ സൺ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ദ ട്രെയിൻ ലീവ്സ് അറ്റ് 8 AM, ട്രെയിന് 8 മണിക്ക് ലീവ് ചെയ്യും എന്ന് പറയുന്നത്. അത് ഷെഡ്യൂൾഡ് ടൈമാണ്, കാരണം വെച്ചാൽ അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുന്നത്. പിന്നെ ഷീ ലീവ്സ് ഇൻ ലണ്ടൻ, ഇപ്പൊ ഷീ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ്, അപ്പൊ ലീവ്സ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഹി വോക്സ് ഇൻ ദ മോർണിംഗ്, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ്. മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാല് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും. വെർബിന്റെ കൂടെ എസ് വന്നാൽ അത് സിംഗുലർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് നൗണിന്റെ കേസിൽ നൗണിന്റെ കൂടെ എസ് വന്നാൽ അത് പ്ലൂറൽ ആയിരിക്കും. താങ്ക് യു മിസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് പറയൂ കേട്ടോ സുമയ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്. അതിൻ്റെ ഫോം നൗൺ പ്ലസ് ഈസ് ഓർ ആം ഈസ് ആം ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണ്. ആമിൽ ഐ ആണ് വരുന്നത്, ഐ ആം എന്ന് യൂസ് ചെയ്യും. അതുപോലെ ഈസിൽ വരുന്നത് സിംഗുലർ നൗണിനൊപ്പം ഹി ഷീ ഇറ്റ് എന്നിവയാണ്. അതുപോലെ ആർ പ്ലൂറലാണ്, അതിൽ യു വി ദേ ഇങ്ങനെയുള്ള ഇതാണ് വരുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ ആം ടീച്ചിങ്, യു ആർ ലിസണിങ്, വി ആർ സ്റ്റഡിയിങ്, ഹീ സ്ലീപ്പിംഗ്, വി ആർ ചാറ്റിംഗ്, രാജു ആൻഡ് രാധ ആർ ഗോയിങ്, ഇങ്ങനെയുള്ള എക്സാമ്പിളുകൾ വരും. ഇനി നെഗറ്റീവ് സെൻറ്റൻസിലേക്കാണെങ്കിൽ ഇതിൽ നോട്ട് ചേർക്കുക, ഈസ് നോട്ട്, ആർ നോട്ട്, ആം നോട്ട് ഇങ്ങനെ ചേർക്കാം. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം നോട്ട് ഗോയിങ്, ദേ ആർ നോട്ട് ഈറ്റിംഗ്, വി ആർ നോട്ട് സ്ലീപ്പിംഗ്. ക്വസ്റ്റ്യൻ മോഡലിൽ വരികയാണെങ്കിൽ ഇതിന് ഈ ഈസ് ആം ആറും അത് നമുക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈസ് ഹി ഗോയിങ്, അവൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ. നോട്ട് ചേർക്കുമ്പോൾ ഈസ് നോട്ട് ഇപ്പോൾ അവൻ കഴിക്കില്ലേ എന്ന് ചോദിക്കുന്നതിന് ഈസ് നോട്ട് ഈറ്റിംഗ് എന്ന് ചോദിക്കാം. ഇത്രയൊക്കെ പോരെ മാം? അതുപോലെ ഓക്കെ, നടക്കും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും പറയാൻ സാധിക്കും. ഇത്രയും പോരെ മാം? മാം ഇത്രയും പോരെയോ? എല്ലാം പറഞ്ഞല്ലോ. ഓൾമോസ്റ്റ് പറഞ്ഞു.
ഓൾമോസ്റ്റ് പറഞ്ഞു മാം. ഓൾമോസ്റ്റ് പറഞ്ഞു. എന്നിട്ടാണ് ഇവിടെ പോലെ പറഞ്ഞത്. ഓക്കെ, അനുമോൾ മനസ്സിലായോ? മിസ്സേ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയുന്നതാണ്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. സബ്ജക്റ്റ് പ്ലസ് ആമ ഈസ് ആറ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം ആണ് അതിന്റെ സെന്റൻസ് ഫോം എന്ന് പറയുന്നത്. പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം റീഡിങ് ബുക്ക്, ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഷീ ഈസ് സിംഗിങ് എ സോങ്, അവൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ വാച്ചിങ് എ ഫിലിം, അവർ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് പതിവായി നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, പിന്നെ പ്രപഞ്ച സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സബ്ജക്റ്റ് പ്ലസ് V1 ആണ് അതിന്റെ ഫോം എന്ന് പറയുന്നത്. സിംഗുലറിന്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വെർബ് സിംഗുലർ ആയിരിക്കും, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് ആയിരിക്കും. പറയാം സാർ. ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണല്ലോ അല്ലേ? So let's moving on. Other tense is the present perfect tense. Okay, present perfect. Take your notebook and write down the aging present perfect. Present perfect എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് അതായത് ഇപ്പോൾ നടന്നൊരു കാര്യം ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്ത് പറയാം. ഓക്കെ, പ്രസന്റ് ടെൻസിൽ വെച്ച് തന്നെ കംപ്ലീറ്റ് ആയ ഒരു കാര്യം, ഈ പ്രസന്റിൽ വെച്ച് കംപ്ലീറ്റ് ആയ ഒരു കാര്യം പറയാൻ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ? ഹോംവർക്ക് ചെയ്തു വെച്ചാൽ പറയാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പോ കഴിഞ്ഞൊരു കാര്യം, ഇപ്പോ കംപ്ലീറ്റ് ആയ ഒരു ആക്ഷൻ കുറിച്ച് പറയാനായിട്ട് നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യും. അതായത് ഇന്നലെ നടന്ന കാര്യമോ അല്ലെങ്കിൽ ഇന്ന് രാവിലെ നടന്ന കാര്യമോ ഒന്നുമല്ല, കറങ്ങി പെട്ടെന്ന് കാര്യം നമ്മള് ഒരു പ്രവൃത്തി ചെയ്തു. സോ അത് ആക്ഷൻ അപ്പൊ തന്നെ കംപ്ലീറ്റ് ആവാനാണ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ മലയാളത്തില് ചെയ്തിട്ടുണ്ട് എന്നാണ്. സ്ട്രക്ചർ ചെയ്ത സബ്ജക്ട് പ്ലസ് has or have plus V3. Subject plus has or have plus V3. Okay, subject plus has or have plus V3. ഇതില് has or have modal verb ആണ്. നമ്മള് എപ്പോഴാണ് verb എടുത്ത ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു auxiliary verb ഉണ്ട്, modal verb ഉണ്ട്, future tense ഇപ്പൊ പഠിക്കാന്ന് പറഞ്ഞു. അത് കുറച്ച് ഓക്സിലറി വേർബ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, പ്രസന്റ് കണ്ടിന്യൂസിൽ പഠിച്ചാണ്. ഇത് ഹാസ് ആൻഡ് ഹാവ് എന്നാണ് മോഡൽ വേർബ്. ഓക്കെ, ആൻഡ് ഹാസ് യൂസ് ചെയ്യുന്നത് ആരുടെ കൂടെയാണെങ്കിൽ ഏത് സബ്ജക്റ്റിന്റെ കൂടെയാണ് ഹാസ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഹാസ് യൂസ് ചെയ്യുക. ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മുടെ ഹാവ് ആണ് യൂസ് ചെയ്യുക. Has is used with the singular subject and the have is used with the plural subject. Clear? മാം ഒന്നുകൂടി പറയോ? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഹാസ് യൂസ് ചെയ്യുന്നത്, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ്. ആൻഡ് ഹാവ് യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ്. ഐ യു വിയുടെ കൂടെയാണ് ഹാവ് വരാം. ആൻഡ് ഹി ഷീ ഇറ്റിന്റെ കൂടെയാണ് ഹാസ് വരാം. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക്, ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക്. ഇനി അവളാണെങ്കിലോ he has completed his homework and her homework. Okay, she has completed
her homework and he has completed his homework. മീനിങ്ങിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ പോലും സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് മൊഡാൽ വെർബ് ചേഞ്ചസ് വരും. ഓക്കെ, ഇതിപ്പോ നമ്മള് ഹാസും ഹാങ്ങും പഠിച്ചത് വേർബിന്റെ കാര്യത്തിലാണ്. നൗണിലേക്ക് വരാണെങ്കിൽ എനിക്കൊരു കാർ ഉണ്ട്, I have a car. ഓക്കെ, അവൾക്കൊരു കാർ ഉണ്ട്, he has a car. ഓണർഷിപ്പ് ആണ് അവിടെ വരാം, ഉണ്ട് എന്നൊരു മീനിങ്ങിലാണ് വരാൻ. ഓക്കെ, മനസ്സിലായി? നമ്മള് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസും പഠിച്ചപ്പോ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചായിരുന്നോ? നെഗറ്റീവ് സെന്റൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിരുന്നോ? ഇല്ലല്ലോ അല്ലേ? ഓർമ്മിപ്പിക്കണം തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല, പഠിക്കണം. ഇത്രയും ഓക്കെ ആണോ? സെനറ്റ് ചെയ്തിയോ? ഇനി അവർ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, they have played cricket. ഈ ഹാസോ ഹാവോനൊക്കെ ശേഷം, അത് ഹാസോ ഹാവോ ഹാഡോ എന്തോ ആവട്ടെ, അതിനുശേഷം വരേണ്ട വെർബ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം കേട്ടോ, V3 ഫോം ആയിരിക്കണം. ഓക്കെ, ഒരിക്കലും മിസ്റ്റേക്ക് വരാൻ പാടില്ല, തേർഡ് ഫോം ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഗോ ആണെങ്കിൽ ഗോൺ, പ്ലേ ആണെങ്കിൽ പ്ലേഡ്, കം ആണെങ്കിൽ കം തന്നെ, കം കേം കം. ഓക്കെ, ആൻഡ് സീ ആണെങ്കിൽ സീൻ ആണ് വരാ. ഞാൻ അവളെ കണ്ടിട്ടുണ്ട്, I have seen her. ഞാൻ അവൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്, I have seen before. I have seen him before. ഓക്കെ, അപ്പൊ സ്ട്രക്ചേഴ്സ് എഴുതി, കുറച്ച് എക്സാമ്പിൾസ് എഴുതി. ഇനി എന്താ ചെയ്യണ്ടേ? ഒരു 5 എക്സാമ്പിൾ എല്ലാവരും ക്രിയേറ്റ് ചെയ്തേ. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വെച്ചിട്ട് ഒരു 5 എക്സാമ്പിൾ എല്ലാവരും ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചെയ്യുന്നത്
എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഒരുമിച്ച് 5 ഒരുമിച്ച് ടൈപ്പ് ചെയ്യാ, ദെൻ ടെക്സ്റ്റ് ചെയ്യാം. Sumaya, I have seen film actor. Okay, we have watched. Watched on it. No, it's correct. അതുപോലെ അഖില അജിത്, she has went അല്ല, she has gone. went എന്ന് പറയുക കേട്ടോ, gone ആണ്. ഓക്കെ ടീച്ചർ. Yeah, third form. She gone for music class. അവിടെ കൊടൽഗോ പോകുന്നില്ലല്ലോ. She has gone for music class എന്ന് തോന്നുന്നു. പക്ഷെ അത് പോയിട്ടുണ്ട്. ആ ബാക്കിയെല്ലാം ടെക്സ്റ്റ് ചെയ്യൂട്ടോ. ഇത്രയും ക്ലിയർ ആണ്, എല്ലാവരും കറക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. ഓക്കെ ഓക്കെ ഓക്കെ, ഇനിയും കുറച്ച് പേരുണ്ട് കേട്ടോ ടെക്സ്റ്റ് ചെയ്യാനായിട്ട്. അറിയാലോ, ഞാൻ ഓരോരുത്തരെയും വിളിക്കും, അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം.
Sudha, sing in the third form is the sing, sang, sung. Mother has washed. Okay, my mother has washed the clothes. Yeah. Okay, correct answer. Anyone else? ആരെങ്കിലും ഉണ്ടോ? He has loved the teddy. It loved തന്നെയാ. He has ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. Yeah, okay. ലൗഡ് അല്ലേ മാം അത്? Loved അല്ലേ? ഇഷ്ടപ്പെടുക എന്നാണ് അല്ലേ ഉദ്ദേശിച്ചത്? അതെ, ഇപ്പൊ ലവ് മാത്രം മതിയോ? ഇല്ല, സെന്റൻസ് പീസ് കറക്റ്റ് ആണ്. ഞാൻ സ്പീഡിൽ നോക്കിയത് കുഴപ്പമില്ല, കറക്റ്റ് ആണ് കേട്ടോ. ഇനി ആരെങ്കിലും നെക്സ്റ്റ് ചെയ്യാനുണ്ടോ? മിണ്ടുന്നില്ല. കുറക്കം വരുന്നില്ല. ചെറുതായിട്ട് അല്ലേ കുറങ്ങിയാലോ അല്ലേ? എല്ലാവർക്കും മറ്റേ സ്കൂളില് കുഞ്ഞിലൊക്കെ നമ്മൾ പഠിക്കില്ലയോ? ഇന്നത്തെ ക്ലൈമറ്റ് അത്ര കൊള്ളില്ല, അത്ര വലിയ സുഖമില്ല, കാറ്റും എന്റെ ഫീസ് ഉണ്ട് തോന്നുന്നുണ്ട്, കുറക്കം വരുന്നുണ്ട് ചെറുതായിട്ട്. നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. മിസ് വെറുതെ അല്ലേ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഓഫ് ആക്കുന്നത്. കണ്ടുപിടിച്ചല്ലേ? അത് മനസ്സിലാക്കി കളഞ്ഞു. എനിക്ക് വേറെ വഴിയൊന്നുമില്ല. സത്യം ബോറടിക്കുന്നുണ്ട് എനിക്ക്. ക്ലാസ് ഉണ്ടോ അടുത്ത്? മിസ്സിന് ക്ലാസ് ഉണ്ടോ? ഇത് കഴിഞ്ഞ ക്ലാസ് ഉണ്ട് എനിക്ക്. ഞാൻ ക്ലാസ്സിൽ സംസാരിച്ചാൽ മതി. നിങ്ങൾ സംസാരിക്കില്ല, മിണ്ടാതിരിക്കാൻ ഭയങ്കര ബോറടി. പിന്നെന്താണ്? അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ടെൻസ് ഒക്കെ ഓക്കെ ആണോ? ക്ലിയർ ആയല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഇല്ല മാം. ക്ലാസ്സിൽ വരുമ്പോ മിസ്സാ വരുന്നത് ഒരു സെന്റൻസ് എന്നിട്ട് ഇതേത് ടെൻസ് എന്നാണോ ചോദിക്കുന്നത്? കേട്ടോ, ടേം 1 കഴിഞ്ഞേ ഉള്ളൂ. ഇനി എന്താണ് എക്സാം? അത് അപ്പൊ പറയാം. എക്സാമിന് വേണ്ടി പഠിച്ചു. ഓക്കെ, അല്ലാതെ പഠിക്കും. എക്സാം എന്ന് വരും, അപ്പൊ പറഞ്ഞുതരാം. അപ്പൊ ക്വസ്റ്റ്യൻ അടക്കം ഞാൻ തരാം. പോരെ? ഓക്കെ ഓക്കെ. അപ്പൊ സൈനോട്ട് പറയും. ഞാൻ അടുത്ത ക്ലാസ്സിൽ പോട്ടെ. സൈനോട്ട് പറയും. ഞാനാണ് മിസ് സൈൻ ഔട്ട്. Thank you, Miss, for your beautiful class. We learn about today. We learn about person perfect tense. Thank you, Miss. Thank you, my dear friends. Thank you. Thank you. Yeah. Okay. Thank you. Thank you all. See you next class. Thank you, Miss.